ആദ്യം ഇതാണ് ഇറങ്ങിയത്, സ്പൈസ് ബോംബ് എന്ന് പറഞ്ഞ ആദ്യം ഇറങ്ങിയത് ഇതാണ്. ഇതിന് ശേഷമാണ് അടുത്ത എക്സ്ട്രീം ഇറങ്ങിയത്. അപ്പൊ യഥാർത്ഥ സ്പൈസ് ബോംബിന്റെ ക്യാരക്ടർ മുഴുവനുള്ളത് ഈ ഒരു പെർഫ്യൂമിനാണ്. അതൊരു സെക്സി ആയിട്ടുള്ള ഒരു പെർഫ്യൂം കൂടിയാണ്. ഒരു ബോൾഡ് ആണ്, എന്നാൽ സെക്സി ആണ്, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. നിങ്ങൾ അടിച്ചിട്ട് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ പെർഫ്യൂം കളക്ഷനിൽ ഇറങ്ങുന്ന സമയത്ത് അന്ന് തന്നെ ഒരുപാട് ആകർഷിച്ച ഒരു പെർഫ്യൂമാണ് ഈ സ്പൈസ് ബോംബ്. ആ സമയത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത വിലയുമായിരുന്നു ഇന്ത്യയിൽ കിട്ടുന്ന തന്നെ വളരെ പ്രയാസമാണ്. അപ്പൊ അങ്ങനെ ഒരിക്കലും സ്പൈസ് ബോംബ് എക്സ്ട്രീം എനിക്ക് ട്രൈ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ പ്രശ്നം അത് ലാസ്റ്റ് ചെയ്യുന്നില്ല. സ്പൈസ് ബോംബ് എക്സ്ട്രീം കേരളത്തിലെ കാലാവസ്ഥയിൽ ലാസ്റ്റ് ചെയ്യുന്നില്ല. അത് എനിക്ക് ഉള്ള അനുഭവമാണ്. ഞാൻ വാങ്ങി, ഒരു ബോട്ടിൽ വാങ്ങി, എനിക്ക് വലിയ രീതിയിൽ ലാസ്റ്റിംഗ് കിട്ടിയില്ല. പിന്നെ പല ബാച്ചുകൾ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് പറയത്തക്ക പെർഫോമൻസ് കിട്ടിയില്ല. പക്ഷെ എങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് സ്പൈസ് ബോംബ് എക്സ്ട്രീമും ആ സമയത്ത് തന്നെ ബുൾഗാരി മാൻ ഇൻ ബ്ലാക്കും. ഒരു കാലത്ത് ബുൾഗാരി മാൻ ഇൻ ബ്ലാക്ക് ആയിരുന്നു എന്റെ സിഗ്നേച്ചർ പെർഫ്യൂമായിട്ട് കൊണ്ടു നടന്നത്. സ്പൈസിനെസ് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഓൾറെഡി എന്റെ മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നു, സ്പൈസ് ബോംബ് എക്സ്ട്രീം തന്നെ പെർഫോമൻസ് തീരെയില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് സ്പൈസ് ബോംബ് EDTക്ക് പെർഫോമൻസ് ഉണ്ടാവുക? അപ്പൊ ഞാൻ അതിന്റെ പുറകെ പോകാൻ പോയില്ല, വലിയ രീതിയിൽ മൈൻഡ് ചെയ്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഡീകന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് തരുന്ന എന്റെ വെണ്ടറിനോട് പറഞ്ഞു, എനിക്ക് സ്പൈസ് ബോംബ് എക്സ്ട്രീം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞത്, എടാ സ്പൈസ് ബോംബ് എക്സ്ട്രീമിനേക്കാൾ നിങ്ങളുടെ നാട്ടിലെ കാലാവസ്ഥയിൽ വർക്കൗട്ട് ആവുന്നത് EDT ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെങ്ങനെ? നീ സംശയം ഉണ്ടെങ്കിൽ ഫ്രാഗ്രന്റിക്കൽ കയറിയിട്ട് റിവ്യൂസ് വായിച്ചു നോക്കും, നീ വീഡിയോസ് കണ്ടു നോക്കാൻ പറഞ്ഞു. ശരി, കണ്ടപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. EDT ആണ് ശരിക്കും പറഞ്ഞാൽ പെർഫോമൻസ് ഉള്ളത്. ചില പെർഫ്യൂമിൽ, ഉദാഹരണത്തിന് ഡിയോർ സവാഷ്, ബ്ലുഡേ ഷനൽ, ടെറഡെർമസ്, പിന്നെ വെർസാച്ചെ ഇറോസ് EDT, കുറോസ് EDT, ഇതിനൊക്കെ EDTക്കാണ് പെർഫോമൻസ് കൂടുതലുള്ളത്. പക്ഷെ അതിനുശേഷം EDPയും പെർഫ്യൂമും വന്നപ്പോൾ പെർഫോമൻസ് തീരെ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സ്പൈസ് ബോംബിന്റെ കാര്യത്തിലും സ്പൈസ് ബോംബ് EDTക്കാണ് പെർഫോമൻസ് ഉള്ളത് എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അങ്ങനെ റിവ്യൂസ് വായിച്ചു, റിവ്യൂസിലൊക്കെ EDTക്കാണ് കൂടുതൽ ഹൈപ്പ് ഉള്ളത്. ട്രൈ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് അയാൾ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇതിനാണ് ശരിക്കും പറഞ്ഞ പെർഫോമൻസ് കൂടുതൽ. മണവും ഏറെക്കുറെ സിമിലർ ആണ്. ഇനി നമുക്ക് പെർഫ്യൂമിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. നമ്മുടെ ഇത് റീറ്റെയിൽ പാക്ക് ആണ്. സ്പൈസ് ബോംബ് വരുന്നത് എപ്പോഴും 90 ml അളവിലാണ്. EDT ആണ് കോൺസെൻട്രേഷൻ. വിക്ടർ ആൻഡ് റോൾഫ് സ്പൈസ് ബോംബ് പിറകില് ആസ് യൂഷ്വൽ എഴുത്തും കാര്യങ്ങളും. തൊട്ട് താഴെ ബാച്ച് കോഡ് 22X91D5, ഇതാണ് ബാച്ച് കോഡ് വരുന്നത്. മുകളിൽ വിക്ടർ ആൻഡ് റോൾഫിന്റെ ലോഗോ, ഒരു ഗ്രനേഡിന്റെ ബോട്ടിൽ. ഇതിന്റെ ഏറ്റവും ഒരു എടുത്തു കണ്ടതിന്റെ ബോട്ടിൽ ഡിസൈൻ ആണ്, ഗ്രനേഡിന്റെ ഒരു ബോട്ടിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബോട്ടിൽ ഷെൽഫിൽ ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ്. ഇനി നമുക്ക് പെർഫ്യൂമിനെ കുറിച്ച് പറഞ്ഞു തരാം. ആദ്യം ഈ പെർഫ്യൂം 2012 ഈ പെർഫ്യൂം ഇറങ്ങിയത്. ഇതിന്റെ സെന്റ് പ്രൊഫൈല് വാം സ്പൈസി സിനമൺ ടൊബാക്കോ സ്വീറ്റ് സോഫ്റ്റ് സ്പൈസി ലെതർ അറോമാറ്റിക് സിട്രസ്. ഒലിവിയർ പോൾസ് എന്നുള്ള പെർഫ്യൂമറാണ്. അടിപൊളി ഒരു പെർഫ്യൂമർ. നമ്മൾ ഈ പറഞ്ഞ പോലെ ആൽബർട്ടോ മൊർലാസ് പോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമറാണ് അയാൾ. അദ്ദേഹത്തിന്റെ വർക്കുകളാണ് ഒട്ടുമിക്ക ഷനേൽ പെർഫ്യൂമും ബ്ലുഡേ ഷനൽ പെർഫ്യൂമും ഒരുപാട് പെർഫ്യൂം, ഷനേലിന്റെ ഒട്ടുമിക്ക പെർഫ്യൂമും അയാളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പൊ പെൺകുട്ടികൾ കൊണ്ടു നടക്കുന്ന ലാംഗം ലാവിയബെല്ലൊക്കെ അയാൾ ചെയ്ത സാധനമാണ്. ഇനി ഇതിന്റെ സെന്റ് പ്രൊഫൈൽ ടോപ്പ് നോട്ടായിട്ട് പിങ്ക് പെപ്പർ, എലമി, ബെർഗാമോ, ഗ്രേപ്പ് ഫ്രൂട്ട്. മിഡിൽ നോട്ടില് സിനമൺ, പാപ്രിക്ക, സാഫ്രോൺ. ബേസ് നോട്ടില് ടൊബാക്കോ, ലെതർ, വെട്ടിവർ. ട്രൈ ചെയ്യാം. ഇപ്പം നമ്മുടെ JPG ലൈനപ്പിലുള്ളത് പോലെ ഒരു കൊളുത്തുണ്ട്, ലീക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊളുത്ത്. ഇവിടെയും ഒരു അച്ചു പോലെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഓപ്പണിങ്ങിൽ കിട്ടുന്നത് പിങ്ക് പെപ്പർ, അതുപോലെ തന്നെ എലമി, ബെർഗാമോ, ഗ്രേപ്പ് ഫ്രൂട്ട്. ഈ 4 നോട്ട് നിങ്ങൾക്ക് എടുത്തറിയിക്കും. ആദ്യത്തെ ഇനീഷ്യൽ ബ്ലാസ്റ്റിൽ തന്നെ ടൊബാക്കോ അല്ല വരുന്നത്. പിങ്ക് പെപ്പർ, എലമി, ബെർഗാമോ, ഗ്രേപ്പ് ഫ്രൂട്ട്. പിങ്ക് പെപ്പർ അറിയാം നിങ്ങൾക്ക്. എലമി എന്ന് പറയുന്നത് വളരെ അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം നോട്ടാണ് എലമി. നിങ്ങൾക്ക് അറിയത്തില്ല നോട്ട്. എലമി എന്ന് പറയുന്നത് ഫിലിപ്പീൻസിലൊക്കെ കാണപ്പെടുന്ന ഒരു വൃക്ഷത്തിന്റെ, കനേറിയം ലൂസോണിക്കം എന്ന് വിളിക്കപ്പെടുന്ന ഒരു വൃക്ഷത്തിന്റെ പശയാണ്. അതിനൊരു മുറിവുണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരുന്ന വെളുത്ത നിറത്തിലുള്ള പശയാണ്. ആ പശയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു എസൻസ് ആണ് എലമി. എലമിക്ക് പല ഗുണങ്ങളുണ്ട്. ഈ ഫ്രഷ് പെർഫ്യൂമിന്റെ കൂടെ എലമി നോട്ട് ചേർക്കുമ്പോൾ ഒരു നാരങ്ങയുടെ തൊലി ഉരിക്കുന്ന മണം വരും. ഡാർക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ള പെർഫ്യൂമിൽ എലമി നോട്ട് ചേർക്കുമ്പോൾ കുരുമുളകിന്റെ ഒരു എരിവും സ്പൈസസും ചേർന്ന ഒരു മണമായിട്ട് മാറും. ഇനി അതുപോലെ തന്നെ സ്വീറ്റ് ആയിട്ടുള്ള പെർഫ്യൂമിൽ അത് ചേർക്കുമ്പോൾ ചില നോട്ടുകൾ എടുത്തു കാണിക്കും. അപ്പോൾ ഒരു നല്ലൊരു ഫിക്സേറ്റീവ് ആണ് ഈ ഒരു എലമി എന്ന് പറഞ്ഞ നോട്ട്. അതിന് പലതരത്തിലുള്ള സീരിയസ് ക്യാരക്ടർ ഉണ്ട്. ഇപ്പൊ എലമി വളരെ അണ്ടർറേറ്റഡ് ആയിട്ടുള്ള നോട്ടാണ്. ഇതിനകത്ത് നമുക്ക് എലമിയുടെ ഒരു ഫ്രഷ്നെസ് കാണാൻ പറ്റും. ഒരേ സമയം ഫ്രഷ് ആണ്, ഒരേ സമയം ഡാർക്ക് ആണ്. ആ നോട്ടിനകത്ത് ഒരു ചേർത്ത് ഇത്തിരി വില കൂടിയ നോട്ടും കൂടിയാണ് എലമി. ടോപ്പ് നോട്ടിലെ പിങ്ക് പെപ്പറും എലമിയും ബെർഗാമോയും നാരങ്ങയുടെ മണം നിങ്ങൾക്ക് കിട്ടും. ഈ പിങ്ക് പെപ്പറിന്റെ ഒരു സ്വീറ്റ്നസും കിട്ടും. ഞാൻ ഈ പറഞ്ഞ എലമിയുടെ നോട്ടും ഓപ്പണിംഗ് കിട്ടും. ഗ്രേപ്പ് ഫ്രൂട്ടിന്റെ നോട്ടും കിട്ടും. അടിപൊളി ഓപ്പണിംഗ് ആണ്. നിങ്ങൾ ആദ്യത്തെ സ്പ്രേ തന്നെ നിങ്ങൾ ഇംപ്രസ് ആവും. ആ രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് കഴിയുമ്പോൾ വരുന്ന നോട്ടാണ് നമുക്ക് കിട്ടുന്ന സിനമണും കറുവപ്പട്ടയും ടൊബാക്കോ. സ്പൈസ് ബോംബ് എക്സ്ട്രീമിൽ വരുമ്പോൾ അതിൽ ചേർത്തിരിക്കുന്ന ടൊബാക്കോയ്ക്ക് അല്പം ക്രീമി സ്വഭാവമുണ്ട്, ഒരു സ്വീറ്റ് ക്രീമി സ്വഭാവം. പക്ഷെ ഇതിനകത്ത് ചേർത്തിരിക്കുന്നതാണ് യഥാർത്ഥ ട്രൂ ടൊബാക്കോ നോട്ട് വരുന്നത്. പച്ചയായ ടൊബാക്കോ, അതായത് ഒരു സിഗാർ
അല്ലെങ്കിൽ പൈപ്പ് ടൊബാക്കോ പോലുള്ള ഒരു ടൊബാക്കോ സ്മെല്ല്. ഇതിന് ഒരു സ്പൈസ് ബോംബ് എക്സ്ട്രീമിനെ പോലെയുള്ള ഒരു ക്രീമി സ്വഭാവമല്ല, മറിച്ച് ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ഒരു കോൺഫിഡന്റ് തരുന്ന ടൊബാക്കോ ടൈപ്പ് സ്മെല്ലാണ്. നമുക്ക് ടൊബാക്കോ ആണെന്ന് അറിയിക്കും. എന്നാൽ പുകഞ്ഞ ടൊബാക്കോയുടെ മണമല്ല, അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ച് കരിച്ച ആ സ്മെല്ലും അല്ല. സ്വീറ്റ് ആയിട്ടുള്ള ടൊബാക്കോ. കാരണം ടോപ്പ് നോട്ടിലായിട്ട് പിങ്ക് പെപ്പറും ബെർഗാമോയും പിന്നെ സിനമണും ഇതൊക്കെ ചേർത്തിരിക്കുന്നുണ്ട്. ഇതിലെ ടൊബാക്കോയ്ക്ക് സ്വീറ്റ്നസ് ഉണ്ട്, പക്ഷെ സ്പൈസ് ബോംബ് എക്സ്ട്രീം പോലുള്ള ക്രീമി സ്വീറ്റ്നസ് അല്ല, വേറൊരു ടൈപ്പ് സ്വീറ്റ്നസ് ആണ്. പൈപ്പ് ടൊബാക്കോയുടെ ഒരു സ്വീറ്റ്നസ് സ്മെല്ല്, പാപ്രിക്ക ഒരു മുളകിന്റെ പരമ്പരപ്പെട്ട ഒരു സ്പൈസി സ്മെല്ലും ഒക്കെ ചേർന്ന് വരുന്ന ഇതിനകത്താണ് ശരിക്കും പറഞ്ഞ സ്പൈസ് ബോംബിന്റെ ക്യാരക്ടർ ഉള്ളത്. ആദ്യം ഇതാണ് ഇറങ്ങിയത്. സ്പൈസ് ബോംബ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇറങ്ങിയത് ഇതാണ്. ഇതിന് ശേഷമാണ് അടുത്ത എക്സ്ട്രീം ഇറങ്ങിയത്. അപ്പൊ യഥാർത്ഥ സ്പൈസ് ബോംബിന്റെ ക്യാരക്ടർ മുഴുവനുള്ളത് ഈ ഒരു പെർഫ്യൂമിനാണ്. പിന്നെ ഡ്രൈഡോൺ അടിപൊളി ഡ്രൈഡോൺ ആണ്. ഡ്രൈഡോണിൽ വരുമ്പോൾ സിനമണും ടൊബാക്കോയും ചേർന്നുള്ള സിനമണും ടൊബാക്കോയും ചേർന്നുള്ള ഡ്രൈഡോൺ ആണ്. ഡ്രൈഡോൺ കുറെ നേരം നിൽക്കും. എനിക്ക് സ്പൈസ് ബോംബ് എക്സ്ട്രീമിനേക്കാൾ കുറെ കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. കാരണം എല്ലാം കൊണ്ടും ക്വാളിറ്റി നോക്കിയാലും പെർഫോമൻസ് നോക്കിയാലും ലോങ്ജിവിറ്റി നോക്കിയാലും മണത്തിന്റെ കാര്യത്തിലും എനിക്ക് EDT കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നി. നിങ്ങൾ ഫ്രാഗ്രന്റിക്കൽ കമന്റ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി സ്പൈസ് ബോംബ് എക്സ്ട്രീം നമുക്ക് എപ്പോഴും അടിക്കാൻ പറ്റുന്ന ടൈപ്പല്ല. ഇതിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇത് എപ്പോഴാണെങ്കിൽ അടിക്കാം, എപ്പോ ആണെങ്കിൽ അടിക്കാം. നമുക്ക് എളുപ്പത്തിൽ റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു സ്പൈസി ടൊബാക്കോ അല്പം ഡാർക്ക് ആയിട്ടുള്ള മണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, എന്നാൽ തലകുത്തലുണ്ടാവാൻ പാടില്ല, അടുത്തിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, എല്ലാവരും എൻജോയ് ചെയ്യണം, അടിക്കുമ്പോൾ ചോദിക്കണം, ഇത്രയാണ് നിങ്ങൾ ഡിമാൻഡ് എങ്കിൽ ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനാണ്. ഇനി സ്പൈസ് ബോംബ് എക്സ്ട്രീമിന് കയ്യിലുള്ളവർക്ക് അറിയാം അതിന്റെ പെർഫോമൻസ്. ഞാൻ പറയുന്നവർക്ക് അറിയാവുന്നതാണ്, അത് വലിയ പെർഫോമൻസ് ഇല്ല അതിന്. ഇനി ഇതിന്റെ ലോങ്ജിവിറ്റി, ഞാനിത് അടിച്ചത് ഉച്ചയ്ക്കാണ്. പിറ്റേ ദിവസവും എന്റെ ഷർട്ട് എടുത്തപ്പോൾ അതിന് മണം ഉണ്ടായി. ആ വെണ്ടർ പറഞ്ഞതുപോലെ തന്നെ പിറ്റേ ദിവസവും എന്റെ ഷർട്ടിൽ നിന്ന് മണം വന്നു. സ്പൈസ് ബോംബ് എക്സ്ട്രീമിൽ എനിക്ക് ആ ഒരു ക്യാരക്ടർ, ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഇതിൽ എനിക്ക് നല്ലപോലെ ലാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ബോഡിയിലാണ് അടിക്കുന്നത്, ഞാൻ ഷർട്ടിലാണ് അടിക്കുന്നത്. ഒരുപാട് ക്ലോസ് ആയിട്ട് അടിക്കരുത്. ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു 1.5 അടി ഒരു മാറ്റി വെച്ചിട്ട് വേണം അടിക്കാൻ. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഓഫീസിൽ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഓഫീസിൽ AC ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഈ പെർഫ്യൂം. നിങ്ങൾക്കൊരു ഇപ്പോൾ ഫ്രഷ് പെർഫ്യൂം അടിക്കുമ്പോൾ നമുക്കൊരു എനർജറ്റിക് ഫീൽ കിട്ടും. സ്വീറ്റ് പെർഫ്യൂം അടിക്കുമ്പോൾ ഒരു പ്ലേ ബോയ് അല്ലെങ്കിൽ സെക്സി ആയിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും കിട്ടുക. എല്ലായിടത്തും ഇടിച്ചു കയറി ഇടപെടുന്ന ഒരു ക്യാരക്ടർ ഫീലിംഗ്. പക്ഷെ അതേസമയം ഈ ടൊബാക്കോ സ്പൈസി പെർഫ്യൂം ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് വരും. നിങ്ങളുടെ അപ്പിയറൻസ് ഒന്ന് അല്പം എൻഹാൻസ് ചെയ്യും. എന്റെ അഭിപ്രായത്തിൽ അപ്പിയറൻസ് ഇസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ റിയാലിറ്റി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അപ്പിയറൻസിൽ ഭയങ്കര കാര്യമുണ്ട്. അപ്പൊ നിങ്ങളുടെ അപ്പിയറൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം മാസ്കുലിൻ, അല്പം ടൊബാക്കോ ബേസ്ഡ് പെർഫ്യൂം ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫീൽ മനസ്സിലാക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചോളം പെർഫ്യൂം അടിക്കാതെ പോകുമ്പോൾ എന്തോ അടിവസ്ത്രം ഇടാതെ പോകുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടുന്നു പേഴ്സണലി. പെർഫ്യൂം ഉപയോഗിക്കുന്നവർക്ക് അറിയാം ആ ഒരു ബുദ്ധിമുട്ട്. പെർഫ്യൂം അടിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയും പെർഫ്യൂം അടിച്ചിട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസും എപ്പോഴും അത് രണ്ടാണ്. അത് അടിവസ്ത്രം ഇട്ടിട്ടുണ്ടെങ്കിലൊന്നും ആരും അറിയാൻ പോകുന്നില്ല. പക്ഷെ പെർഫ്യൂമിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പെർഫ്യൂം അടിച്ചിട്ട് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലും ആ ഒരു ദിവസത്തെ പ്രത്യേകത നമുക്ക് അനുഭവിച്ചറിയേണ്ടതാണ്. അപ്പം ഓഫീസിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാനായിട്ട്, ഒരു അതോറിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടി, ഒരു ബോൾഡ് സ്റ്റേബിൾ ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു പെർഫ്യൂമാണ്. ഓഫീസിൽ യൂസ് ചെയ്യുമ്പോൾ 8 സ്പ്രേ, വീട്ടിൽ നിന്ന് അടിച്ചിട്ട് പോകരുത്. ഒരു ഡീക്കന്റ് വാങ്ങി അത് അടിച്ചിട്ട് വേണം ഓഫീസിൽ എത്തിയിട്ട് വേണം അടിക്കാൻ. 8 സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ 6.5 7 മണിക്കൂറൊക്കെയാണ് എന്റെ ലോങ്ജിവിറ്റി എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ ആദ്യത്തെ 2-3 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ ആണ്. EDT ആയതുകൊണ്ട് നന്നായിട്ട് പ്രൊജക്ട് ചെയ്യും. ഇപ്പോൾ പ്രൊജക്ഷൻ ആദ്യത്തെ 2 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ ആണ്. പിന്നെ നിങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ ഈ മണം കിട്ടും. നിങ്ങൾ പോകുമ്പോഴും പാസ് ചെയ്ത് വരുമ്പോഴും നിങ്ങൾ ആളുകളുടെ അടുത്തേക്ക് ഇടപഴകുമ്പോഴൊക്കെ ഈ മണം അവർക്ക് നന്നായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഗേൾസ്, നിങ്ങൾ സ്പൈസ് ബോംബ് എക്സ്ട്രീമിന് നമ്മുടെ കേളി പറഞ്ഞിരിക്കുന്ന സെക്സ് ബോംബ് എന്നാണ്. അപ്പോൾ ഇതൊരു സെക്സി ആയിട്ടുള്ള ഒരു പെർഫ്യൂം കൂടിയാണ്. ഒരു ബോൾഡ് ആണ്, എന്നാൽ സെക്സി ആണ്, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. നിങ്ങൾ അടിച്ചിട്ട് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഫീൽ കിട്ടും, ഒരു കോൺഫിഡൻസ് കിട്ടും. ഫ്രഷ് പെർഫ്യൂം എപ്പോഴും എനർജറ്റിക് ഫീൽ ആണെങ്കിൽ ടൊബാക്കോ ഡാർക്ക് ആയിട്ടുള്ള അല്പം ക്വാളിറ്റി ഉള്ള പെർഫ്യൂം അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. എന്തോ ഒന്ന് ധൈര്യം ഉള്ളത് പോലെ, നമുക്ക് എക്സ്ട്രാ എന്തോ കിട്ടിയത് പോലെ ഒരു ഫീൽ കിട്ടും. ഞാൻ ആകെ ബേജാറായിരിക്കും. ഞാനും അത് ആർക്കും മനസ്സിലായില്ല. ഞാൻ മലപ്പുറം കട്ടിങ്ങോട്ട്. അപ്പൊ അതിനൊക്കെ ബെറ്റർ ആണ് സ്പൈസ് ബോംബ് EDT. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം. കോളേജിൽ പോകുന്നവർക്ക് യൂസ് ചെയ്യാം, ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം. ഏജ് ലിമിറ്റ് ഒന്നുമില്ല. മെച്ചുവർ ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഞാൻ പറഞ്ഞ എലമി എന്നുള്ള ഒരു പെർഫ്യൂം, ആ ഒരു നോട്ട് ഇതിനകത്ത് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് നല്ല ഫ്രഷ്നെസ് കിട്ടും. ഈ എലമി എന്നുള്ള നോട്ട് പണ്ട് ഈജിപ്തിൽ മമ്മിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാവുന്ന ഒരു നോട്ടാണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. മമ്മിഫിക്കേഷൻ, ആളുകൾ മരിക്കുമ്പോൾ റീഇൻകാർണേഷൻ, പുനർജന്മം, അല്ലെങ്കിൽ രണ്ടാമത് അവർക്കൊരു ജന്മം ഉണ്ടാകും, അല്ലെങ്കിൽ സ്വർഗയാത്രയ്ക്ക് പോകുമ്പോൾ ഈ മമ്മിഫിക്കേഷൻ അവർക്ക് അവരുടെ ഒരു വിശ്വാസം, ഈജിപ്തിലെ വിശ്വാസപ്രകാരം
അപ്പൊ അതിലൊക്കെ എലമി എന്നുള്ള നോട്ട് അവർ ചേർക്കാറുണ്ട്. അപ്പൊ എത്ര കൊല്ലം മുമ്പുള്ള നോട്ടാണ് നോക്കുന്നത്? 5000 6000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു നോട്ടാണ് എലമി. അത് ഈ 2026 ഇപ്പോഴും അത് ഉണ്ടെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത്ര പാരമ്പര്യമുള്ളതാണ് നോട്ട്. ആ നോട്ട് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അത് ഓപ്പണിംഗിൽ കിട്ടും. ഒരു ഫ്രഷ്നെസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഓപ്പണിംഗ് വരുന്നത്. അപ്പൊ ഇത്രയാണ് എനിക്ക് പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമന്റിൽ പറയുക. എന്തായാലും സ്പ്രേയർ കൊള്ളാം, പെട്ടെന്ന് നിറയുന്നുണ്ട്. ഇതുപോലെ ഒരു 10 ml ഡീക്കന്റ്, ഇത്തരം പെർഫ്യൂമുകളൊക്കെ വാങ്ങുമ്പോൾ ഒരു 10 ml ഡീക്കന്റ് നിങ്ങളുടെ കയ്യിലുള്ള പെർഫ്യൂം ആണെങ്കിൽ പോലും ഒരു ഡീക്കന്റിൽ എപ്പോഴും കൊണ്ടു നടക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നിങ്ങൾ എത്തുന്ന സ്ഥലത്തിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കുക. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആ ഒരു ഉഫ് ഫീൽ കിട്ടും. വീട്ടിൽ നിന്ന് അടിച്ചിട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ അറിയാലോ, വെയില്, ചൂട്, പൊടി, ട്രാഫിക്, ഇത് കാരണം പല നോട്ടുകളും കിട്ടത്തില്ല. അവസാനം ചെന്നെത്തുമ്പോൾ ഡ്രൈ ഡോൺ മാത്രമായിരിക്കും കിട്ടുക. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു നിങ്ങൾക്ക് ഒരു ഡീക്കന്റ് വാങ്ങിയിട്ട് നിങ്ങളുടെ പെർഫ്യൂമുകൾ ഇങ്ങനെ കൊണ്ടു നടക്കുക. പോക്കറ്റിലിടുക, ബാഗിലിടുക, എത്താൻ നേരം കാറിനകത്തിരുന്നോ അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ട് 8 10 സ്പ്രേ അടിച്ചിട്ട് പോക്കറ്റിലിടുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് പെർഫ്യൂം ഉപയോഗിക്കേണ്ടത്. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് അടിച്ചിട്ടിറങ്ങും. ഞാൻ കേരളത്തിലുള്ള കാര്യം പറയാണ്, ഇന്ത്യയിലുള്ള കാര്യം പറയുന്നത്. വിദേശത്താണെങ്കിൽ കുഴപ്പമില്ല, അവിടെ ഹ്യൂമിഡിറ്റിയും ചൂടും കാര്യങ്ങളൊക്കെ കുറവാണ്, നമ്മുടെ നാട്ടിലെ പോലെയാണ്. അപ്പം ഞാൻ 10 ml 5 ml ഡീക്കന്റ് കൊടുക്കുന്നുണ്ട്. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. നിങ്ങൾക്ക് പെർഫോമൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം തീരുമാനിക്കും. ബ്ലൈൻഡ് ആയിട്ട് വാങ്ങരുത്. ഓക്കെ, താങ്ക് യു.